എല്ലാ വിദ്യാർത്ഥികൾക്കും ഐവാ സുന്നിയ റെസിഡൻഷ്യൽ അക്കാദമിയുടെ +1 എക്കണോമിക്സ് ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ എക്കണോമി സിൻസ് 1991 എന്നുള്ള മൂന്നാമത്തെ ചാപ്റ്ററാണ്. ഇതിൽ നമ്മൾ ഇപ്പോൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏരിയ റിഫോംസുകളാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് 2 ടൈപ്പ് റിഫോംസുകൾ നമ്മൾ നടത്തിയതിനെക്കുറിച്ച് വിശദമായിട്ട് നമ്മൾ വളരെ പ്രിസൈസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് റിഫോംസ് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മറ്റ് 2 റിഫോംസുകളാണ്. ടാക്സ് റിഫോംസ്, അതുപോലെ തന്നെ ഫോറിൻ എക്സ്ചേഞ്ച് റിഫോംസ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ടാക്സ് റിഫോംസ് എന്നുള്ളത്. ടാക്സ് എന്നുള്ളത് നമുക്കറിയാം അല്ലേ, ഗവൺമെൻറ് ചുമത്തുന്ന നികുതിക്കാണ് നമ്മൾ ടാക്സ് എന്ന് പറയുന്നത്. അത് നേരിട്ട് ചുമത്തുന്നതുണ്ട്, അതുപോലെ തന്നെ പരോക്ഷത്തിലും ചുമത്തുന്നതുണ്ട് അല്ലേ. സാധനങ്ങളും സേവനങ്ങളൊക്കെ നമ്മൾ കൈപ്പറ്റുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന നികുതി എന്താണ്, പരോക്ഷമായിട്ട് കൊടുക്കുന്നതാണ്. നമ്മുടെ വരുമാനത്തിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ വർഷത്തിലൊക്കെ കൊടുക്കുന്ന നികുതികൾക്ക് നമ്മൾ എന്ത് പറയും, പ്രത്യക്ഷ നികുതി, അതായത് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയും. അങ്ങനെ 2 ടൈപ്സ് ടാക്സ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ജനറലായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇവിടെ നമ്മൾ റിഫോംസിൽ നമ്മൾ വളരെ പ്രിസൈസ് ആയിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങളാണ്, ഒന്നും നമുക്ക് ഒഴിവാക്കാനില്ല. അപ്പോൾ വളരെ നന്നായിട്ട് ഓരോ പോയിൻറ്റ്സും നമ്മൾ മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കണം. ഇവിടെ tax reforms are concerned with the reforms in the government's taxation and public expenditure policies. എന്താണ് ടാക്സ് റിഫോംസ് എന്ന് പറഞ്ഞാൽ, ഗവൺമെൻറ്റിൻ്റെ ടാക്സ് ചുമത്തുന്നതും അതുപോലെ തന്നെ പബ്ലിക് എക്സ്പെൻഡിച്ചർ അല്ലേ, പൊതുധന വിനിയോഗ പോളിസീസ് വിച്ച് ആർ കളക്റ്റീവ്ലി നോൺ ആസ് ഫിസിക്കൽ പോളിസി എന്ന്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് ടാക്സ് റിഫോംസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പബ്ലിക് എക്സ്പെൻഡിച്ചറും അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ടാക്സേഷനുമായി ബന്ധപ്പെട്ടുള്ള പോളിസീസിനെ നമ്മൾ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് എന്ത്, ഫിസ്ക്കൽ പോളിസി എന്ന് വിളിക്കും അല്ലേ. അപ്പോൾ മോണിറ്ററി പോളിസി പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ കേൾക്കും. മോണിറ്ററി പോളിസി എന്ന് പറഞ്ഞാൽ ആരാണ് ഇത് എടുക്കുക, രാജ്യത്തുള്ള പരമോന്നത ബാങ്കായിട്ടുള്ള RBI അല്ലേ, നമ്മുടെ ഉന്നത ബാങ്കായിട്ടുള്ള ബാങ്കുകളുടെ ബാങ്കായിട്ടുള്ള പണം അച്ചടിക്കുന്ന RBI ആണ് എന്ത് മോണിറ്ററി പോളിസി എടുക്കുന്നതെങ്കിൽ ഫിസ്ക്കൽ പോളിസി ഈസ് ടേക്കൺ ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആൻഡ് ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ഗവൺമെൻറ് ടാക്സേഷൻ ആൻഡ് public expenditure. Policies are related with taxes and public expenditure and it is collectively known as fiscal policy. അപ്പോൾ അത് എന്താണ് കോമൺ ആയിട്ട് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ എന്താണ് ഫിസ്ക്കൽ പോളിസി എന്ന് ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം, ഇത്തരത്തിലുള്ള ആൻസർ കൊടുക്കണം. ദർ ആർ 2 ടൈപ്സ് ഓഫ് ടാക്സസ്. 2 രീതിയിലുള്ള ടാക്സുകളുണ്ട്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സസ്. ഡയറക്റ്റ് ടാക്സസ് കൺസിസ്റ്റ് ഓഫ് ടാക്സസ് ഓൺ ഇൻകം ഓഫ് ഇൻഡിവിജ്വൽസ്. ഒരു വ്യക്തിൻ്റെ വരുമാനത്തിന് ചുമത്തുന്ന ടാക്സിനാണ് എന്ത് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. എക്സാമ്പിളാണ് എന്ത് ഇൻകം ടാക്സ്, വരുമാന നികുതി, വെൽത്ത് ടാക്സ്. അതൊക്കെ എന്താണ് ഡയറക്റ്റ് ടാക്സിന് എക്സാമ്പിളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആസ് വെൽ ആസ് പ്രോഫിറ്റ് ഓഫ് ബിസിനസ് എൻ്റർപ്രൈസ്. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അവരെ പ്രോഫിറ്റിൻ്റെ മുകളിൽ ചുമത്തുന്ന ടാക്സ്, ഇതൊക്കെ എന്താണ് എക്സാമ്പിൾ ഓഫ് ഡയറക്റ്റ് ടാക്സസ് ആണ്. അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് ടാക്സസ് ആർ ടാക്സസ് ലെവിഡ് ഓൺ കമ്മോഡിറ്റീസ്. കമ്മോഡിറ്റീസിൻ്റെ മുകളിൽ അല്ലേ, സാധനങ്ങളും സേവനങ്ങളും ഒക്കെ നമ്മൾ വാങ്ങുന്ന സമയത്ത് കൊടുക്കുന്ന ടാക്സുകൾ. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ബൈക്കിന് വേണ്ടി നമ്മളൊരു ടയർ വാങ്ങി അല്ലേ, ആ ടയറിന് വാങ്ങുന്ന സമയത്ത് അതിൻ്റെ പ്രൈസിൽ എന്ത് കൂടി കൊടുത്തിട്ടുണ്ടാവും, ടാക്സ് കൂടി നമ്മളോട് വാങ്ങിയിട്ടുണ്ടാവും. അതെന്താണ് ഇൻഡയറക്റ്റ് ടാക്സ്. നമ്മളൊരു പാക്ക് ഓഫ് ബിസ്ക്കറ്റ് വാങ്ങി, അതിൻ്റെ മുകളിൽ എന്തുണ്ടാവും, ടാക്സ് ഉണ്ടാവും. അതൊക്കെ എന്തിന് എക്സാമ്പിളാണ്, ഇൻഡയറക്റ്റ് ടാക്സിന് എക്സാമ്പിളാണ്. അതൊക്കെ എന്താണ് പരോക്ഷത്തിലുള്ള നികുതികളാണ് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കുക. ദി റേറ്റ് ഓഫ് കോർപ്പറേറ്റ് ടാക്സ് വിച്ച് വാസ് വെരി ഹൈ earlier has been gradually reduced. ഇവിടെ റിഫോംസിൽ ഒരു പ്രധാന പോയിൻ്റാണ് അത് പറയുന്നത്, കോർപ്പറേറ്റ് ടാക്സ്. എന്താണ് കോർപ്പറേറ്റ് ടാക്സ്, ബിസിനസ് ഓർഗനൈസേഷൻസ് അല്ലെ, കമ്പനീസിൻ്റെ പ്രോഫിറ്റിൻ്റെ മുകളിൽ ഗവൺമെൻറ് ചുമത്തുന്ന ടാക്സാണ് എന്ത് കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ കോർപ്പറേറ്റ് ടാക്സ് കൂടുതൽ
ആയിരുന്നു ഇന്ത്യ മുന്നോട്ട് പോയിരുന്നതെങ്കിൽ ഇന്ത്യ എന്ത് ചെയ്തു, ക്രമേണ എന്ത് ചെയ്തു, ആ ടാക്സ് എന്ത് ചെയ്തു, കുറച്ചു എന്നുള്ളതാണ്. 50%, 40% ഒക്കെ ഉള്ളത് വീണ്ടും കുറച്ചു, 25%-ലേക്കൊക്കെ എത്തിച്ചു എന്നുള്ളതാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്താണ് കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ? കമ്പനികളെ പ്രോഫിറ്റ്, അതിനാണ് കോർപ്പറേറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. കോർപ്പറേറ്റ് പ്രോഫിറ്റിൻ്റെ മുകളിൽ ചുമത്തുന്ന ടാക്സ് ആണ് എന്ത്, കോർപ്പറേറ്റ് ടാക്സ് എന്നുള്ളത് പറഞ്ഞത്. അത് കൂടുതലായിരുന്നു, അത് കുറച്ച് കൊണ്ടുവന്നു എന്നുള്ളതാണ് ഒരു റിഫോംസ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. നെക്സ്റ്റ്, റീസെൻ്റ്ലി ദി പാർലമെൻറ്റ് പാസ്ഡ് എ ലോ, ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ആക്ട് 2016. ഈ അടുത്തായിട്ട് എന്ത് ചെയ്തു, നമ്മുടെ പാർലമെൻറ്റിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ടാക്സുമായി ബന്ധപ്പെട്ടുള്ള നിയമം പാസ്സാക്കി. ആ നിയമമാണ് GST ആക്ട് 2016. വളരെ പ്രധാനപ്പെട്ട ആക്റ്റാണ്. 10 വർഷത്തോളം ചർച്ചകളും അതുപോലെ തന്നെ ഒരുപാട് കമ്മീഷനുകളും ഒക്കെ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് വന്ന ഒരു ആക്റ്റാണ് GST ആക്ട് 2016. ഓർത്തു വെക്കണം, വളരെ പ്രധാനപ്പെട്ടതാണ്. ടു സിംപ്ലിഫൈ ആൻഡ് ഇൻട്രൊഡ്യൂസ് എ യൂണിഫൈഡ് ഇൻഡയറക്റ്റ് ടാക്സ് സിസ്റ്റം ഇൻ ഇന്ത്യ. യൂണിഫോം എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ എന്താണ്, ഒരു യൂണിഫൈഡ് ഇൻഡയറക്റ്റ് ടാക്സ് സിസ്റ്റം ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് GST കൊണ്ടുവന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇന്ത്യയിലെ ടാക്സ് അതിന് തൊട്ട് മുമ്പ് ഏതായിരുന്നു? വാറ്റ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? വാല്യൂ ആഡഡ് ടാക്സ്, സെയിൽസ് ടാക്സ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള ടാക്സ് സിസ്റ്റം ആയിരുന്നു. അതിന് ഒരുപാട് ലിമിറ്റേഷൻസുകൾ ഉണ്ടായിരുന്നു. കാസ്കാഡിങ് എഫക്റ്റ് എന്നൊക്കെ പറയും. അതായത് ടാക്സ് ഓൺ ടാക്സസ്, ടാക്സിൻ്റെ മുകളിൽ ടാക്സ് ചുമത്തുക. അതുപോലെ തന്നെ പല യൂണിഫോമിറ്റി വളരെ കുറവായിരുന്നു. അതായത് ഓരോ സ്റ്റേറ്റും വ്യത്യസ്ത രീതിയിലുള്ള ചില പോളിസീസുകളൊക്കെ കൊണ്ടുവന്നതുമായി അതിന് യൂണിഫോമിറ്റി ഇല്ലാത്ത വിഷയങ്ങളും അത് പല മാനുഫാക്ചേഴ്സിനെയും അതുപോലെ തന്നെ പ്രൊഡ്യൂസേഴ്സിനൊക്കെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. അതുപോലെ തന്നെ ചെക്ക് പോസ്റ്റിൻ്റെ ഒക്കെ ഒരുപാട് സാധ്യതകളായിരുന്നു അന്നുള്ളത്. പക്ഷേ ഈ ഒരു GST ഇൻട്രൊഡ്യൂസ് ചെയ്തതുമായി ഇന്ത്യ മൊത്തത്തിൽ എന്താണ്, ഒരു യൂണിഫോമിറ്റി ടാക്സ് സിസ്റ്റത്തിൽ കൊണ്ടുവരാൻ സാധിച്ചു. GST കൊണ്ടുവരുന്നതുമായി അതുവഴി എന്താണ്, ടാക്സ് കളക്ഷനും അതുപോലെ തന്നെ കാസ്കാഡിങ് എഫക്റ്റ്, അതായത് ടാക്സ് ഓൺ ടാക്സ് പ്രോബ്ലംസ് ഒക്കെ ഓവർകം ചെയ്തു. അതുപോലെ തന്നെ എന്താണ്, GST വന്നതുവഴി ഒരുപാട് റേറ്റ് കൺസിഡറബിളി കുറഞ്ഞു എന്നുള്ളതാണ്. അതായത് മാക്സിമം റേറ്റ് വരുന്നത് 28% ആണ്. അതിൻ്റെ മുമ്പ് 35+ ഒക്കെ വന്നിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള രീതിയൊക്കെ കുറഞ്ഞു. അതെന്താ, മൊത്തത്തിൽ കൺസ്യൂമേഴ്സിന് ബെനിഫിറ്റഡ് ആയി എന്നുള്ളൊരു പോയിന്റ് കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ മനസ്സിലാക്കണം. അപ്പോൾ ടു സിംപ്ലിഫൈ ആൻഡ് ഇൻട്രൊഡ്യൂസ് യൂണിഫൈഡ് ഇൻഡയറക്റ്റ് ടാക്സ് സിസ്റ്റം ഇൻ ഇന്ത്യ, ദിസ് ലോ കെയിം ഇൻ ടു ഇഫക്റ്റ് ഫ്രം ജൂലൈ 2017 അല്ലേ, 2017 ജൂലൈ 1, 2017 മുതലാണ് എന്താണ് ഈ ഒരു ടാക്സ് സിസ്റ്റം ഇന്ത്യയിൽ ഇംപ്ലിമെൻ്റ് ആയത് എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. GST expected to generate additional revenue for the government, reduce tax evasion എന്നാണ് ടാക്സ് വെട്ടിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ്, ഇവിടെ ടാക്സ് വെട്ടിക്കുന്നത് തന്നെ എന്ത് ചെയ്യും, ഇറ്റ് വിൽ ജനറേറ്റ് അഡീഷണൽ റവന്യൂ ഫോർ ദി ഗവൺമെൻറ് അല്ലേ, കൂടുതൽ വരുമാനം ഉണ്ടാക്കി തരുന്നതും. അതുപോലെ തന്നെ എന്താണ്, ടാക്സ് ഇവേഷൻ എന്ന് പറഞ്ഞാൽ ടാക്സ് വെട്ടിക്കുന്നതിനാണ് ടാക്സ് ഇവേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ക്രിയേറ്റ് വൺ നാഷൻ വൺ ടാക്സ് ആൻഡ് വൺ മാർക്കറ്റ്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വൺ നാഷൻ വൺ ടാക്സ് ഒരു എന്താണ്, അപ്പം എന്താണ്, എല്ലാ സ്ഥലത്തും എന്താണ് സെയിം റേറ്റ് ആണ് അപ്ലിക്കബിൾ ആവുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് എന്താണ്, വൺ നാഷൻ വൺ ടാക്സ് വൺ മാർക്കറ്റ് എന്നുള്ളൊരു ടേം നമ്മൾ യൂസ് ചെയ്യും. അവിടെ എന്താണ്, വ്യത്യസ്ത ഏരിയകളിൽ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ടാക്സ് സിസ്റ്റമിനെ എലിമിനേറ്റ് ചെയ്തൊരു കോമൺ ടാക്സ് റേറ്റും പോളിസീസും ഒക്കെ കൊണ്ടുവരാൻ GSTക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു ടേമിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫോറിൻ എക്സ്ചേഞ്ച് റിഫോംസ് ആണ്. ഫോറിൻ എക്സ്ചേഞ്ച്, ദ ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് റിഫോം ഇൻ ദി എക്സ്റ്റേണൽ സെക്ടർ was made in the foreign exchange market in 1991 as an immediate measure to resolve the balance of payment crisis. Rupee was devalued, decreasing the value of home currency in the international market due to the deliberate action taken by the government against foreign currencies.
അപ്പോൾ എന്താണ് the first important reform in the external sector was made in the foreign exchange market എന്നുള്ളത് മനസ്സിലാക്കുക. ദെൻ പ്രധാനപ്പെട്ട അതിൽ വരുന്നൊരു എക്സ്റ്റേണൽ റിഫോംസ് ആണ് ഇന്ത്യൻ്റെ വാല്യൂ എന്ത് ചെയ്തു, കുറച്ചു എന്നുള്ളതാണ്. പുറത്തുള്ള കറൻസിയുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് നമ്മുടെ രാജ്യത്തിൻ്റെ കറൻസിയുടെ വാല്യൂ നമ്മൾ മെഷർ ചെയ്യുന്നത്. അതായത് നമ്മുടെ രാജ്യത്ത് ഡോളറുമായിട്ട് കമ്പയർ ചെയ്യുന്ന 70 അറൗണ്ടിലൊക്കെയാണ് ഏകദേശം വരുന്നത്. അപ്പോൾ എന്താ ഇവിടെ ഡീവാല്യുവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെന്താണ് മനഃപൂർവ്വം നമ്മുടെ രാജ്യത്ത് നമ്മുടെ കറൻസിൻ്റെ വാല്യൂ എന്ത് ചെയ്യാണ്, കുറയ്ക്കുന്നതിനാണ് ഡിവാല്യുവേഷൻ ഓഫ് കറൻസി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, ഒരു ഡെലിബറേറ്റ് ആക്ഷനാണ്. അങ്ങനെ ചെയ്യുന്നത് വഴി നമുക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ പുറത്തുനിന്ന് വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഈ ക്രൈസിസ് വന്നതിൻ്റെ ഫലമായിട്ട് ചെയ്ത ഒരു പ്രധാനപ്പെട്ട റിഫോംസ് ആയിരുന്നു 1991 ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഡിഫിക്കൽട്ടീസ് ഒക്കെ ഇന്ത്യ ഫേസ് ചെയ്തു. അതിൻ്റെ ഫലമായി നമ്മൾ ഇന്ത്യൻ കറൻസി ഡീവാല്യൂ ചെയ്തു. അതായത് ഇന്ത്യൻ്റെ വാല്യൂ നമ്മൾ ഡെലിബറേറ്റ് ആയിട്ട് ഇന്ത്യൻ ഗവൺമെൻറ് എന്ത് ചെയ്തു, വാല്യൂ കുറച്ചു എന്നുള്ളതാണ്. It also set the tone to free determination of rupee value in the foreign exchange market from government control. ഇവിടെ എന്ത് ചെയ്തു, മറ്റൊരു കാര്യം പറയുന്നത് ഫ്രീ ഡിറ്റർമിനേഷൻ ആണ്. രണ്ട് രീതിയിലാണ് എന്ത് ചെയ്യുക, വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുക, കറൻസിയുടെ വാല്യൂ നിശ്ചയിക്കുന്നത്. ഒന്ന് ഗവൺമെൻറ് തന്നെ നിശ്ചയിക്കുന്ന ഒരു രീതിയുണ്ട്. മറ്റൊന്നെന്താണ്, ഫ്രീ ഫോഴ്സസ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഒരു കറൻസിയുടെ ഡിമാൻഡും അതുപോലെ തന്നെ ആ കറൻസിയുടെ ലഭ്യതയും കൂടി ആ രണ്ട് ഫോഴ്സസ് എന്ത് ചെയ്യും, ഡിറ്റർമൈൻ ചെയ്യും പ്രൈസസ്. അവിടെ എന്താണ്, ഒരു കൺട്രോളൊന്നും ആരും ഏറ്റെടുക്കില്ല. ഈ രണ്ട് ഫോഴ്സസ് ആണ് എന്ത് ചെയ്യുക, കൂടുതൽ ഡിമാൻഡ് ഉണ്ടെങ്കിൽ കറൻസിൻ്റെ വാല്യൂ കൂടും, അല്ലെങ്കിൽ കുറയും എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിലേക്ക് വന്നു എന്നുള്ളതാണ് നമ്മൾ ആ ഒരു പോയിന്റിൽ മനസ്സിലാക്കേണ്ടത്. ഫ്രീ ഡിറ്റർമിനേഷൻ ഓഫ് റുപ്പി വാല്യൂ ഇൻ ദി ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് ഫ്രം ഗവൺമെൻറ് കൺട്രോളിൽ നിന്ന് ഈ രീതിയിലേക്ക് ഒരു ചേഞ്ചസ് ആണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ ഇറ്റ് ലെഡ് ടു ആൻ ഇൻക്രീസ് ഇൻ ദി ഇൻഫ്ലോ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച്. ഇതെന്ത് ചെയ്തു, ഇന്ത്യയിലേക്ക് ഫോറിൻ എക്സ്ചേഞ്ച് വരാൻ വഴിയൊരുക്കി എന്നുള്ളതാണ്. നമ്മളെ പ്രശ്നം എന്തായിരുന്നു, നമുക്ക് ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ ഷോർട്ടേജ് ഉണ്ടായിരുന്നു, വിദേശ കറൻസിയുടെ പ്രോബ്ലംസ് ആയിരുന്നു നമ്മൾ ഫേസ് ചെയ്തത്. നൗ മോർ ഓഫൺ മാർക്കറ്റ് ഡിറ്റർമൈൻ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ്സ് ബേസ്ഡ് ഓൺ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച്. ഇപ്പോൾ എന്താണ്, ഡിമാൻഡിനെയും സപ്ലൈനെയും അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. ഇതാണ് എന്തുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ടത്, ഫോറിൻ എക്സ്ചേഞ്ച് റിഫോംസുമായിട്ട് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ അതിൽ തന്നെ വളരെ ഫോക്കസ് ചെയ്യേണ്ടത് എന്താണ്, ഡിവാല്യുവേഷൻ ആണ്. മനഃപൂർവ്വം നമ്മുടെ കറൻസിൻ്റെ വാല്യൂ കുറയ്ക്കുന്നതിനെ ഡിവാല്യുവേഷൻ എന്ന് പറഞ്ഞു. ആദ്യം തന്നെ ഗവൺമെൻറ് ക്രൈസിസ് നേരിട്ട സമയത്ത് ചെയ്ത ഫസ്റ്റ് മെഷേഴ്സ് എന്തായിരുന്നു, ഒരു ഡിവാല്യുവേഷൻ ആയിരുന്നു എന്നുള്ളതാണ് ഫോറിൻ എക്സ്ചേഞ്ച് റിഫോംസിൽ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ രണ്ട് റിഫോംസ് മാത്രമാണ് ഫോക്കസ് ചെയ്തത്. അപ്പോൾ എല്ലാ പോയിൻറ്റ്സുകളും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇന്ത്യൻ എക്കണോമി സിൻസ് 1991 ആണ് നമ്മുടെ ടോപ്പിക്ക്. അതുമായി ബന്ധപ്പെട്ട് രണ്ട് റിഫോംസ് ആണ്, ടാക്സ് റിഫോംസ്. അതിൽ ഡയറക്റ്റ് ടാക്സസ്, ഇൻഡയറക്റ്റ് ടാക്സസ്, GST എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഫിസ്ക്കൽ പോളിസി, ഫോറിൻ എക്സ്ചേഞ്ച് റിഫോംസിൽ നമ്മൾ ഡിവാല്യുവേഷൻ ഓഫ് കറൻസി, അതുപോലെ തന്നെ എക്സ്ചേഞ്ച് റേറ്റ് എന്താണ്, ഫോഴ്സസ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഡിറ്റർമൈൻ ചെയ്യുന്ന കാര്യങ്ങൾ, ഇതൊക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പം വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് വായിച്ച് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾ നോട്ട്സിലേക്ക് കൃത്യമായിട്ട് എഴുതി പഠിക്കാൻ ശ്രമിക്കുക. വീണ്ടും ആവർത്തിച്ച് മനസ്സിലാക്കിയിട്ട് ഓരോ പോയിൻറ്റ്സുകളും നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം. വളരെ വളരെ ഷോർട്ടായിട്ടുള്ള നോട്ട്സാണ്. അപ്പോൾ ഇതിലൊരു പോയിൻറ്റ്സ് നമുക്ക് ഒഴിവാക്കാനില്ല. ഇതിനോട് കൂടുതൽ പഠിക്കാനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത്. നന്നായിട്ട് എല്ലാവരും വർക്കൗട്ട് ചെയ്യുക. കുറച്ച് പേര് മാത്രം നോട്ട്സൊക്കെ അയച്ചു തരുന്നുണ്ട്, വളരെ നന്നായിട്ട്. വളരെ ചുരുങ്ങിയ ആൾക്കാർ, ബാക്കിയുള്ള കുട്ടികളൊന്നും നോട്ട്സുകളൊന്നും അയക്കുന്നില്ല. എന്താണ് എന്നുള്ളത് ഞാൻ ചോദിക്കുകയാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, നോട്ട്സൊക്കെ എഴുതി അയക്കാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.